ഹലോ, എല്ലാവർക്കും ചാരു സ്പീഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു കാർ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഡെൻ്റ് ആവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന റണ്ണിങ് ബോർഡിൻ്റെ ഭാഗങ്ങളിൽ. മിക്ക കാറുകളിലും നിങ്ങൾ നോക്കിക്കോളൂ, ആ ഒരു ഭാഗത്ത് ഡെൻ്റായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ തുരുമ്പ് വരാത്ത രീതിയിൽ എങ്ങനെയാണ് ഡെൻ്റ് എടുത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% പറയാം തുരുമ്പ് വരില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ടൂൾ തന്നെയാണ്. ഈ ഒരു സാധനം വെച്ചിട്ടാണ് അത് മൊത്തം വലിച്ചെടുക്കുക. നമ്മൾ ഗ്യാസ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തുരുമ്പ് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമുക്കിത് മൊത്തം വലിച്ചെടുത്ത് നോക്കാം. കണ്ടോ, ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൊത്തമായിട്ടൊന്ന് പുട്ടിയിട്ട് ലെവൽ ചെയ്ത് എടുക്കാം. ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പ്രൈമർ അടിക്കണം. പ്രൈമർ അടിക്കാനായിട്ട് ഇത് മൊത്തം ഒന്നായിട്ട് ഒന്ന് മാസ്ക് ചെയ്തിട്ട് നമ്മൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു ഓട്ടോമൊബൈൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാറ് പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം എല്ലാ ഭാഗവും ഒന്ന് നോക്കുന്നുണ്ടോ. ആ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾക്ക് ഈ തുരുമ്പ് കയറിയിരിക്കുന്നതും അതേപോലെ തന്നെ ഡെൻറ്റ് വന്നിരിക്കുന്നതും ഇതിൻ്റെ അടിഭാഗങ്ങളിലായിരിക്കും, ഈ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ ചില വാഹനങ്ങളിൽ കണ്ടിട്ടുണ്ട്, മിക്ക വാഹനങ്ങളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, തുരുമ്പായിരിക്കും ഈ ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവുക. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡെൻ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡെൻ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ നമ്മൾ ഡെൻ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുരുമ്പ് പെട്ടെന്ന് കയറും. 1-2 വർഷം കൊണ്ട് തുരുമ്പ് കയറും. പിന്നെ ആ ഭാഗം മുഴുവൻ നമുക്ക് മാറ്റേണ്ടി വരും. പിന്നെ അടുത്തൊരു സംഭവം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിങ്ങനെ പൊട്ടി ഇങ്ങനെ പൊള്ളച്ച് നിൽക്കുന്നതും കാണാം. അതെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസ് വെൽഡിങ് കൊണ്ട് കട്ട് ചെയ്തിട്ട് പുട്ടിയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ വീണ്ടും തുരുമ്പ് അവിടെ നിന്ന് വരികയാണ്. അങ്ങനെയാണ് നമ്മൾക്കത് അറിയാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളൊരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഷോപ്പുകളിൽ കൊടുക്കാം. അതായത് ഡെൻറ്റിങ് പെയിൻറ്റിങ് ചെയ്യുന്ന അത് ഗ്യാസ് കട്ടർ ഇല്ലാത്ത ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഗ്യാസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ വാഹനം നശിച്ചു പോകുന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് അടിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പ് അറിയാലോ, കണ്ണാടി ഇൻഡസ് മോട്ടോഴ്സാണ്. അപ്പോൾ നമുക്കിത് ക്ലെയിം വർക്ക് ആണെങ്കിൽ ക്ലെയിം വർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ക്യാഷ് വർക്ക് ആണെങ്കിൽ ക്യാഷ് വർക്കും ചെയ്യാം. ഇത് ഏകദേശം ടാക്സ് അടക്കം നമുക്ക് വന്നിരിക്കുന്നത് 2500 രൂപയാണ് കേട്ടോ. നിങ്ങളുടെ വാഹനങ്ങൾ ഇതേപോലെ വല്ലതും പെയിൻറ്റിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വരാം. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.